ഹലോ വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പോൾ നിഫ്റ്റിന് നല്ല രീതിയിലൊരു സെല്ലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നലത്തെ ഷോർട്സിൽ നമ്മൾ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു നിഫ്റ്റിയുടെ ഒരു സെല്ലിംഗ് റേഞ്ച് എവിടെയാണെന്ന്. ആ റേഞ്ചിലെത്തിയത് നിഫ്റ്റിയിലെ സെല്ലിംഗ് നടന്നു, കണ്ടില്ലേ? ദാ ഈ ഭാഗത്ത് 5 മിനിറ്റിൽ ഇട്ട് കാണിച്ചിട്ടുണ്ട്. ദാ ഈ ഒരു റേഞ്ചിൽ 25,570 എന്നുള്ള റേഞ്ചിൽ നിഫ്റ്റി കയറിയത്. നിഫ്റ്റിയിൽ നല്ല രീതിയിലുള്ള സെല്ലിംഗ് പ്രഷർ ഉണ്ടായി. ആൻഡ് എവിടെയാണ് നിഫ്റ്റി ഇപ്പോൾ ഹോൾഡ് ചെയ്യുന്നത്? 25,400 എന്നുള്ള സപ്പോർട്ട് റേഞ്ചിലാണ് ഹോൾഡ് ചെയ്യുന്നത്. ഇത് നല്ല രീതിയിലൊരു സപ്പോർട്ട് റേഞ്ച് തന്നെയാണ്. ഇപ്പോൾ നാളത്തെ മാർക്കറ്റിൽ ഈ ഒരു റേഞ്ച് ഹോൾഡ് ചെയ്തില്ലെങ്കിൽ താഴെ 25,200 to 25,000 എന്നുള്ള ആ ഒരു റേഞ്ച് ഉണ്ട്. ആ റേഞ്ചിൽ സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, നമ്മുടെ വ്യൂ സെയിം തന്നെയാണ്. ഈ 25,570 ഈ ഒരു റേഞ്ച് കടന്ന് കിട്ടിയാൽ മാത്രമേ നിഫ്റ്റിയിൽ ഇനി അടുത്ത നല്ലൊരു ബൈയിങ് ചാൻസസ് വരത്തുള്ളൂ. അപ്പോൾ അതുവരെയൊക്കെ നമുക്ക് കുറച്ച് ന്യൂട്രലായിട്ട് തന്നെ നിഫ്റ്റിയിൽ നിൽക്കാം. അപ്പോൾ പക്ഷേ ഇന്നത്തെ മാർക്കറ്റിൽ സെല്ലിംഗ് മാർക്കറ്റിലും കുറേ അധികം സ്റ്റോക്സ് നല്ല രീതിയിൽ പെർഫോം ചെയ്തു. ആ സ്റ്റോക്കുകളെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ സ്റ്റോക്കുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ നിഫ്റ്റിയുടെ സെല്ലിംഗ് പ്രഷർ അതിജീവിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ സ്റ്റോക്ക് കുറച്ച് ഫണ്ടമെൻ്റലി മേ ബി സ്ട്രോങ് ആയിരിക്കാം, അല്ലെങ്കിൽ ടെക്നിക്കലി നല്ല ബുള്ളിഷ് ബ്രേക്കൗട്ടുകൾക്ക് ഇനിയുള്ള വരുന്ന ദിവസങ്ങളിൽ സാധ്യതയും കാണാം. അപ്പോൾ അങ്ങനത്തെ സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൽ സ്വിംഗ് ട്രേഡിങ്ങിന് സാധ്യതയുള്ള ഒരുപാട് സ്റ്റോക്സ് ഉണ്ട്. അതിൽ കുറച്ച് സ്റ്റോക്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിലെ പല സ്റ്റോക്സും നമ്മളെ വാച്ച് ലിസ്റ്റിലുള്ളതാണ്. 2-3 ആഴ്ചയായിട്ട് നമ്മൾ കുറച്ച് സ്റ്റോക്സൊക്കെ നോക്കി വയ്ക്കത്തില്ലേ, ആ സ്റ്റോക്സും ഈ ലിസ്റ്റിലുണ്ട്. അപ്പം ഫസ്റ്റ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ AVDL ആണ്. AVDLൻ്റെ ഡേ ചാർട്ടിലേക്ക് ഞാൻ പോവുകയാണ്. നമ്മൾ ഈ സ്റ്റോക്ക് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഓൾമോസ്റ്റ്ലി ഒരു പ്രത്യേകിച്ച് വലിയ സപ്ലൈ ഒന്നും മുകളിലില്ല. ഈ ഓവർഹെഡ് സപ്ലൈസ് കുറവാണ്. ഈ ഒരു ഏരിയ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്യുന്നതിൻ്റെ താമസം മാത്രമേ ഉള്ളൂ. ഈ 4,000 അല്ലെങ്കിൽ 450 എന്നുള്ള റേഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് ഇതിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ കണ്ടില്ലേ, ഇതൊരു സപ്പോർട്ട് റേഞ്ചാണ്. നമുക്ക് ഇവിടെ സ്റ്റോക്സ് ആഡ് ചെയ്യണമെന്നുള്ളവർക്കൊക്കെ ആ സപ്പോർട്ട് റേഞ്ചിൽ ആഡ് ചെയ്യാം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ 347 ഈ റേഞ്ച് ബ്രേക്ക് ചെയ്താണ് സ്റ്റോക്കിൽ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടിയത്. അപ്പോൾ നമുക്ക് ABDL ഒരു ബ്രേക്കൗട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ബ്രേക്കൗട്ടിന് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഞാൻ ഇതിൻ്റെ ബാക്കി ടാർഗറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ABDL നമ്മൾ 2 ആഴ്ചയായിട്ട് ഈ സ്റ്റോക്ക് വാച്ച് ലിസ്റ്റിലുണ്ട്. അപ്പോൾ നമുക്ക് ഈ സ്റ്റോക്ക് കണ്ടിന്യൂ ചെയ്യാം, വാച്ച് ലിസ്റ്റിൽ കണ്ടിന്യൂ ചെയ്യാം. കാര്യം വലിയ സെല്ലിംഗ് പ്രഷറൊന്നും ഇന്നും ഉണ്ടായിട്ടില്ല. മാർക്കറ്റിൽ സെല്ലിംഗ് ഉണ്ടായ, നെഫ്റ്റിലുണ്ടായ നോർമലായ സെല്ലിംഗ് ഇതിലും ഉണ്ടായി, അത്രേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ സ്ട്രോങ് ആണ്. ഓക്കെ, അടുത്ത സ്റ്റോക്ക് നമ്മൾ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കാണ് LT ഫുഡ്. നമ്മുടെ വീഡിയോ കാണുന്നവർക്കറിയാം, LT ഫുഡൊക്കെ നമുക്ക് നേരത്തെ ഒരു ബൈയിങ് റേഞ്ചിൽ വന്നപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളതായിരുന്നു. ആൻഡ് സ്റ്റിൽ ഈ സ്റ്റോക്ക് സ്ട്രോങ് ആണ്. ആൻഡ് 494 ഇന്നത്തെ ക്ലോസിങ്. ഇതിൻ്റെ ടാർഗറ്റ്സ് വന്നിട്ട് 524 ഫസ്റ്റ് ടാർഗറ്റ്. ആൻഡ് സെക്കൻഡ് ടാർഗറ്റ് നമുക്കൊരു 540 to 550 റേഞ്ച്, ഈ റേഞ്ചിലേക്ക് പോവാം. അൾട്ടിമേറ്റ് ടാർഗറ്റ് 610 റേഞ്ചിലേക്കാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ പ്രൈസ് ആക്ഷൻ നോക്കിയാൽ നമുക്കറിയാം എവിടെയാണ് ഈ ഒരു സപ്പോർട്ട്. സ്റ്റോക്ക് ഇവിടെ നിന്നൊരു ബൈയിങ് റേഞ്ചിലേക്ക് പോവുകയും തിരിച്ച് ഈ സപ്പോർട്ടിലേക്ക് വന്ന് അവിടെ നിന്ന് ഹോൾഡ് ചെയ്ത് തിരിച്ച് മാർക്കറ്റ് അപ്പ് പോവുകയാണ് ചെയ്തത്. ഇന്നത് ആ പുതിയ ഹൈ ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ് അവിടെ നിന്ന് വീണ്ടും ഞാനൊരു ബൈയിങ് പ്രഷർ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, 524, 540 ആൻഡ് 610 ആണ് അൾട്ടിമേറ്റ് ടാർഗറ്റ്. അടുത്ത സ്റ്റോക്ക് വന്നിട്ട് ബജാജ് കൺസ്യൂമറാണ്. ഇത് വളരെ ബ്യൂട്ടിഫുൾ സ്റ്റോക്കാണ്. നിങ്ങൾ നോക്കി, നല്ല രീതിയിൽ ഡൗൺ ട്രെൻഡ് പോയ സ്റ്റോക്ക് തിരിച്ച് അപ്പ് ട്രെൻഡിൽ പോയിരിക്കുകയാണ്. നല്ല രീതിയിലൊരു ബൈയിങ് പ്രഷർ ഇതിൽ കാണിക്കുന്നുണ്ട്. എടുത്ത് ചാടി ഇതിലൊന്നും നമുക്ക് ട്രേഡ് എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പുൾ ബാക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, പുൾ ബാക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഈ റേഞ്ച് വരെയൊക്കെ 190 വരെയും പുൾ ബാക്ക് കിട്ടിയാലും ഈ സ്റ്റോക്കിൽ തിരിച്ചൊരു മൂവ്മെൻറ്റ് കിട്ടും. ആൻഡ് ടാർഗറ്റ് വന്നിട്ട് 290 ആൻഡ് 300 ആണ്. അപ്പോൾ നമുക്ക് ഗുഡ് ടു ആഡ് ആണ്. നമുക്ക് നല്ല പ്രൈസിൽ എന്താ പറയുക, ഒരു പുൾ ബാക്ക് കിട്ടുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ബൈ ചെയ്യാം. 10-20 EMA നമുക്ക് നോക്കാം, കണ്ടിട്ടില്ലേ? 200 റേഞ്ച് അല്ലെങ്കിൽ 190 റേഞ്ചിലേക്കൊക്കെ ഈ സ്റ്റോക്ക് പുൾ ബാക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ വാങ്ങിയിട്ട് ഈ മുകളിലത്തെ 290 വരെയുള്ള റേഞ്ചുകളിലേക്കൊക്കെ ഹോൾഡ് ചെയ്യാം. ഓക്കെ, ബജാജ് കൺസ്യൂമറാണ്. അടുത്തത് അവൻതൽ എന്ന് പറഞ്ഞ സ്റ്റോക്കാണ്. നിങ്ങൾ നോക്കി ഇതിൻ്റെ ഒരു സ്ട്രക്ചർ വൈസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കിയേ, ബ്രേക്കൗട്ട് ഓരോ തവണയും ഈ ലൈൻ ബ്രേക്കൗട്ട് തന്നു പോകുന്ന സ്റ്റോക്കാണ്. ഇപ്പം 189 ഹൈ ഉണ്ടാക്കിയ ശേഷം തിരിച്ച് താഴെ വന്ന് മാർക്കറ്റ് ഹോൾഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നും നല്ല രീതിയിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബൈയിങ് മൊമെൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ സ്റ്റോക്കിൽ. ആൻഡ് ഇന്നത്തെ ഹൈക്ക് മുകളിൽ മോസ്റ്റ്ലി ഇന്നത്തെ ഹൈ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ 166 ഒക്കെ നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ 189 വരെയൊക്കെ പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അവൻതൽ. അപ്പോൾ ബ്രേക്ക് ചെയ്താൽ ഞാൻ കുറച്ചും കൂടെ ഞാൻ കുറച്ച് വാങ്ങിയിട്ടുള്ള സ്റ്റോക്കാണ് കേട്ടോ അവൻതൽ. ഞാൻ കുറച്ച് സ്റ്റോക്ക് വാങ്ങിയിട്ടുണ്ട് അവൻതലിൻ്റെ. അപ്പോൾ ഹോൾഡ് ചെയ്യുകയാണ്. അപ്പോൾ 166 മുകളിൽ നാളെ പോവുകയാണെങ്കിൽ ഞാൻ 189 വരെ ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കും. അല്ലാത്ത പക്ഷം 151 താഴെ പോയാൽ ഞാൻ ഇത് ലോസ് ബുക്ക് ചെയ്യുന്നതായിരിക്കും. 151 താഴെ പോയാൽ ഞാൻ ലോസ് ബുക്ക് ചെയ്യും. അപ്പോൾ ആ ഒരു റേഞ്ച് നല്ല സപ്പോർട്ട് സോണാണ്. ഓക്കെ, അപ്പം ഈ സ്റ്റോക്ക് എല്ലാവരും വാച്ച് ലിസ്റ്റിലിട്ടേക്ക് അവൻതൽ. അടുത്ത സ്റ്റോക്ക് സെയിലാണ്.
സെയിൽ ഞാൻ ഷോർട്സ് വഴി നിങ്ങളെല്ലാവരും അറിയിച്ചിരുന്നു. ഈ ഒരു ബ്രേക്ക് ഔട്ടിലാണ് അറിയിച്ചിരുന്നത്. 130 ഈ ഒരു ബ്രേക്ക് ഔട്ട് റേഞ്ചിൽ ഞാൻ ഈ സ്റ്റോക്ക് വാങ്ങിയ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഒരു പുൾ ബാക്ക് വന്നിട്ടുണ്ട്. പുൾ ബാക്കിന് ശേഷം മാർക്കറ്റ് വീണ്ടും അപ്പ് പോയി 143 ആൻഡ് 156 ആണ് ഈ സെയിലിൻ്റെ ടാർഗറ്റ് ഞാൻ വച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇനിയിപ്പോൾ എടുത്ത് ചാടിയൊന്നും ഈ സ്റ്റോക്കൊന്നും വാങ്ങണ്ട. ഇത് ആദ്യമേ ഷോർട്സ് കണ്ടവർക്ക് വാങ്ങാനുള്ള അവസരം വന്നിട്ടുണ്ട്. ആൻഡ് നമുക്ക് ഇതിലും പുൾ ബാക്കുകൾ വരും. അപ്പോൾ പുൾ ബാക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് വീണ്ടും അവസരം വന്ന് ഈ സ്റ്റോക്സ് ആഡ് ചെയ്യാം. ഓക്കെ, അടുത്ത സ്റ്റോക്ക് IOC ആണ്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന് ഞാൻ വലിയ മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കുകയാണ്. കാര്യം നോക്കിയേ, മോസ്റ്റ്ലി 44% സ്റ്റോക്ക് ഇടിഞ്ഞ ശേഷം നല്ലൊരു ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ടായിരുന്നു സ്റ്റോക്ക്. അതിനുശേഷം ഒരു പുൾ ബാക്ക് തന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഞാൻ ഈ സ്റ്റോക്ക് ഡിപ്സിലെല്ലാം ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഞാൻ IOC എന്ന് പറഞ്ഞ സ്റ്റോക്ക് ഡിപ്സിലെല്ലാം ആഡ് ചെയ്യും. ഇതിൻ്റെ ഒരു നല്ലൊരു സപ്പോർട്ട് റേഞ്ച് 135 എന്നുള്ള റേഞ്ചാണ്. നല്ലൊരു സപ്പോർട്ട് റേഞ്ചായിട്ട് ഇവിടെ വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഡിപ്സ് വന്നാലും ഞാൻ ഈ സ്റ്റോക്ക് ആഡ് ചെയ്ത ശേഷം ഞാൻ 161 വരെ ടാർഗറ്റ് ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളും ഈ സ്റ്റോക്ക് ഒന്ന് വാച്ച് ലിസ്റ്റ് ഇടുക. പേര് IOC. കാര്യം നല്ല പ്രൈസ് ആക്ഷനാണ് ഇവിടെ കാണുന്നത്. കണ്ടില്ലേ, ഒരു ബ്രേക്ക് ഔട്ട് ശേഷം ബ്രേക്ക് ഔട്ടിന് മുകളിൽ ഒരു 3 ദിവസമായിട്ട് സസ്റ്റെയിൻ ചെയ്യുകയാണ്. 149 റേഞ്ചിൽ സസ്റ്റെയിൻ ചെയ്യുകയാണ്. 149ൻ്റെ മുകളിൽ പുതിയ മൊമെൻറ്റം ഉണ്ടാവാനും സാധ്യതയുണ്ട്. ഓക്കെ, അടുത്ത സ്റ്റോക്ക് ഇൻഡിഗോ. ഇപ്പോൾ ഇൻഡിഗോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കാണ് ആദ്യമേ. ഇൻഡിഗോ നല്ല ബ്രേക്ക് ഔട്ട് തന്നു. ഇന്നത്തെ ദിവസം കണ്ടില്ലേ, നല്ല സ്ട്രോങ് ആയിട്ട് ഹോൾഡ് ചെയ്തേക്കുകയാണ് ഇൻഡിഗോ. ഇന്നത്തെ ഇത്രയും സെല്ലിംഗ് പ്രഷറിനിടയിൽ ഇൻഡിഗോ നല്ല രീതിയിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് നമുക്ക് എന്താ പറയുക, വാങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് പുൾ ബാക്കുകളിൽ വാങ്ങാം. ആൻഡ് 6,600 ആണ് ഇതിൻ്റെ ഫസ്റ്റ് ടാർഗറ്റ്. ഓക്കെ, ഫസ്റ്റ് ടാർഗറ്റ് അല്ല, ഒരു അൾട്ടിമേറ്റ് ടാർഗറ്റ് 6,600 ആണ്. അപ്പം പുൾ ബാക്കുകളിലൊക്കെ വാങ്ങാൻ ശ്രമിക്കുക, ചാടി കയറി ഒന്നും വാങ്ങാണ്ട. അപ്പോൾ ഇതൊക്കെ നല്ല രീതിയിൽ മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുൾ ബാക്കുകളൊക്കെ വന്നാൽ ഈ സ്റ്റോക്ക് ആഡ് ചെയ്യാവുന്നതായിരിക്കാം. ഓക്കെ, അടുത്തതാണ് ഒപ്റ്റിമസ് ഇൻഫ്രാകോം. ഇപ്പോൾ നമുക്ക് ഈ സ്റ്റോക്ക് വാച്ച് ലിസ്റ്റിലാണ്. ഈ ഒരു ബ്രേക്ക് ഔട്ടിന് ശേഷം, അതായത് 700 എന്നുള്ളൊരു ബ്രേക്ക് ഔട്ടിന് ശേഷം ഈ ഒരു വലിയ ക്യാൻഡിലിന് അതിന് ബ്രേക്ക് ഔട്ടിന് ശേഷം മാർക്കറ്റ് പുൾ ബാക്ക് തരുകയാണ്. 1021 EMAയിൽ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് ഇത്തിരി സെല്ലിംഗ് ഒക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റോക്ക് ഒരു ബൈയിങ് പ്രഷർ തരുവാണെങ്കിൽ നല്ല മൂവ്മെൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ബട്ട് നിലവിൽ ഒരു പുൾ ബാക്കിൽ തന്നെ ഹോൾഡ് ചെയ്യുകയാണ്. ആൻഡ് ഒരു ഏത് റേഞ്ചിന് മുകളിലാണ് ഈ ക്യാൻഡിൽ, ഒരു 660 മുകളിൽ ഈ സ്റ്റോക്കിന് ട്രേഡ് ചെയ്യാൻ പറ്റിയ നല്ല മൊമെൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ബട്ട് അതുവരെ നമുക്കൊന്ന് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുമോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നമുക്കത് അറിയാൻ കഴിയില്ല, അറിയാമല്ലോ, ഏതൊരാൾക്കും അറിയാൻ കഴിയത്തില്ല. അപ്പോൾ ജസ്റ്റ് മാർക്കറ്റ് എന്താ കാണിച്ച് തരാമെന്നുള്ള രീതിയിൽ മാർക്കറ്റ് തരുന്ന മൂവ്മെൻറ്റ് നമ്മൾ പ്രതീക്ഷിച്ചു കൊണ്ട് തന്നെ ഇരിക്കുക. ഡൗൺ സൈഡ് ആവാം, അപ്പ് സൈഡ് ആവാം. അപ്പോൾ നമുക്ക് 660 മുകളിൽ ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മൂവ്മെൻറ്റാണ്. അതിൻ്റെ അൾട്ടിമേറ്റ് ടാർഗറ്റ് വന്നിട്ട് ഒരു 795 റേഞ്ചിലേക്കൊക്കെ ഈ സ്റ്റോക്ക് മൂവ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതിനുള്ള ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഒരു 660 മുകളിൽ ഇത് ട്രേഡ് ചെയ്യണം. ഈ 660 മുകളിൽ ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ 780 വരെയൊക്കെ ഈ സ്റ്റോക്ക് അൾട്ടിമേറ്റ്ലി പോകാൻ സാധ്യതയുണ്ട്. സോ ഒപ്റ്റിമസ് ഇൻഫ്രാകോം ഒന്ന് വാച്ച് ലിസ്റ്റിൽ ഇടുക. കാര്യം ഇതൊരു ബ്രേക്ക് ഔട്ട് റീടെസ്റ്റ് മൂവ്മെൻറ്റ് നടക്കുന്ന സ്റ്റോക്കാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സ്റ്റോക്ക് വാച്ച് ലിസ്റ്റിൽ ഇട്ടേക്കാം. ഓക്കെ, അടുത്ത സ്റ്റോക്കാണ് ആൽബർട്ട് ഡേവിഡ്. ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് കേട്ടോ. നല്ല രീതിയിൽ സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ക്വാർട്ടറിൽ ചെറിയ ലോസ് കാണിച്ചതിൻ്റെ പേരിലൊക്കെ നല്ല രീതിയിൽ സെല്ലിംഗ് പ്രഷർ ഈ മാർക്കറ്റിൽ ഉണ്ടായിരുന്ന ഒരു സ്റ്റോക്കാണ്. ബട്ട് നിങ്ങൾ ഇന്നലത്തെയൊക്കെ മാർക്കറ്റിൽ ആൽബർട്ട് ഡേവിഡ് പെർഫോം ചെയ്ത രീതി നോക്കി, എന്തൊരു ഹ്യൂജ് ക്യാൻഡിലാണ് ഉണ്ടായത്. ആൻഡ് ഇന്നും ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. 895 എന്നുള്ള സോൺ, 920 ആണ് ഇതിൻ്റെ ഒരു റെസിസ്റ്റൻസ് സോണ്. ഈ സോൺ ആൽബർട്ട് ഡേവിഡ് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് 1040, ഈ ഒരു റേഞ്ചിലേക്ക് ഫസ്റ്റ് ടാർഗറ്റ് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഞാനിതിൽ എസ്പെഷ്യലി നോക്കുന്നതിൻ്റെ വേറൊരു കാര്യം, ഈ ഒരു ബേസും കൂടെ തന്നുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റോക്ക് ഒന്ന് വാച്ച് ലിസ്റ്റ് ഇട്ടത്. കണ്ടില്ലേ, ഇതൊരു നല്ല സപ്പോർട്ട് റേഞ്ചാണ് 777 എന്നുള്ള രീതി. ആ റേഞ്ചിൽ നിന്ന് ബ്രേക്ക് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. മോസ്റ്റ്ലി 895 മുകളിൽ ഈ സ്റ്റോക്ക് ബ്രേക്ക് ഔട്ട് തരികയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് 1025 ആൻഡ് സെക്കൻഡ് ടാർഗറ്റ് 1200. അപ്പോൾ ഈ സ്റ്റോക്ക് ഒന്ന് വാച്ച് ലിസ്റ്റ് ഇടുക. ഓക്കെ, അപ്പോൾ ഇത്രയും സ്റ്റോക്സാണ് ഞാൻ ഇന്നത്തെ ദിവസം പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സ് എല്ലാം നിങ്ങൾ വാച്ച് ലിസ്റ്റിലിട്ട് നിങ്ങളുടേതായ സ്റ്റഡീസ് നടത്തുക. ആൻഡ് ബെറ്റർ സ്റ്റോക്സ് നിങ്ങൾക്കും ഉണ്ടാവും, അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം ഞാനുമായിട്ട്. അപ്പോൾ ഇത്രയും സ്റ്റോക്സാണ് ഞാൻ എൻ്റെ വാച്ച് ലിസ്റ്റിലുള്ളത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ സ്റ്റഡി പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ നാളെ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.